ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് കസ്റ്റമറാണ്. അതായത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ബുക്കുകളുണ്ടാവും. ഒന്ന് ക്യാഷ് ബുക്ക്, രണ്ട് പാസ്ബുക്ക്. ഒന്നാമത്തേത് ക്യാഷ് ബുക്ക്, അതായത് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനുകളും രേഖപ്പെടുത്തുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. ഇതേ ട്രാൻസാക്ഷനുകളെ ബാങ്കിൻ്റെ ബുക്കിലെന്താണോ അത് രേഖപ്പെടുത്തുന്നതാണ് പാസ്ബുക്ക്. ഈ ക്യാഷ് ബുക്കിലെ അതേ എൻട്രി തന്നെയാണ് പാസ്ബുക്കിലും വരുന്നത്. പക്ഷേ ചില അവസരങ്ങളിൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം വരാം. ഈ വ്യത്യാസം റീകൺസിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്? ഒന്നാമതായിട്ട് ബ്രിങ് ഔട്ട് എറേഴ്സ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് ക്യാഷ് ബുക്കിലോ അല്ല ഇനി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പാസ്ബുക്കിലോ ഏതെങ്കിലും ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. രണ്ടാമത്തേത് എനി അൺഡ്യൂ ഡിലേ ഇൻ ദ ക്ലിയറൻസ് ഓഫ് ചെക്ക്. ചെക്ക് ക്ലിയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. മൂന്നാമതായിട്ട് ഡിസ്കറേജസ് ദ അക്കൗണ്ടൻറ്റ് ഓഫ് ദ ബാങ്ക് ഫ്രം എംബസൽമെൻറ്റ്. അതായത് ബാങ്കിലെ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എംബസൽമെൻറ്റ് ഓഫ് ക്യാഷ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. നാലാമതായിട്ട് ആക്ച്വൽ പൊസിഷൻ ഓഫ് ബാങ്ക് ബാലൻസ്. അതായത് ബാങ്ക് ബാലൻസ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചു, ഒരു 10,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരേ ട്രാൻസാക്ഷൻ തന്നെ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് 10,000. ഇവിടെ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ബാങ്കിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് എന്നത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. അസറ്റ് വരുമ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ബാങ്ക് എന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. അതായത് ബിസിനസ് മാൻ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് എന്നത് ഗിവറാണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ 10,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തേക്ക് പോയി. ബാങ്ക് എന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ബാങ്ക് ഇവിടെ റിസീവറാണ്. 10,000 രൂപ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് അവിടെ റിസീവറാണ്. ബാങ്കിന് പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്നത് അസറ്റാണ്. ബിസിനസ്സിൽ നിന്നും അസറ്റ് പുറത്തേക്ക് പോകുമ്പോൾ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളവും 4 തരം ബാലൻസുകൾ ഉണ്ടാകും. അതായത് ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും. ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ്, അതായത് ആ ക്യാഷ് ബുക്കിൽ ക്യാഷ് ഉണ്ട് എന്നാണ് ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നത്. അത് ഫേവറബിൾ ബാലൻസ് ആണ്. അതായത് ക്യാഷ് ബുക്കിൽ ക്യാഷ് ഉണ്ട് എന്നത് ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫേവറബിൾ ആയിട്ടുള്ളൊരു ബാലൻസ് ആണ്. ഇത് ഡെപ്പോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ബാങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നാൽ അത് അസറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസും. ക്യാഷ് ബുക്കിൽ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാസ്ബുക്കിൽ ഉണ്ടാകുന്നത്. അതായത് ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നതും പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതായത് ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഫേവറബിൾ ബാലൻസ് ആണ്. അതുപോലെ തന്നെയാണ് പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസും ഫേവറബിൾ ആണ്. അതായത് അത് ഡെപ്പോസിറ്റ് ബാലൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം
ക്യാഷ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്, അത് അസറ്റ് ആണ്. അതേസമയം ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് സൂചിപ്പിക്കുന്നത് ക്യാഷ് ബുക്കിൽ ക്യാഷ് ഇല്ല, അൺഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അതായത് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് ലയബിലിറ്റിയാണ്. അതിൽ ഓവർ ഡ്രാഫ്റ്റ്, അതായത് അതിൽ ക്യാഷ് ഇല്ല, ഓവർ ഡ്രാഫ്റ്റ് ആണുള്ളത്. ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് ലയബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് അൺഫേവറബിൾ ബാലൻസ് ആണ്. അതായത് അവിടെ ക്യാഷ് ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്, അത് അൺഫേവറബിൾ ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് ആ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക്. അത് ഫേവറബിൾ ബാലൻസ് ആണ്, ഡെപ്പോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, അത് അസറ്റ് ആണ്. അതേസമയം ക്രെഡിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് ഈസ് ഈക്വൽ ടു ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക്. ഇത് അൺഫേവറബിൾ ബാലൻസ് ആണ്, അതായത് നെഗറ്റീവ് ബാലൻസ് ആണ്. ഇത് ഓവർ ഡ്രാഫ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇത് ലയബിലിറ്റിയാണ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകളെ റീകൺസിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഒരു ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു കസ്റ്റമർക്ക് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും. അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറവ് കാണിക്കും. പക്ഷെ ആ കസ്റ്റമർ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അവിടെ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്ലിയർഡ്. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് പകരമായി കിട്ടിയ ഒരു ചെക്കാണ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബുക്കിൽ എൻട്രി രേഖപ്പെടുത്തും. പക്ഷേ ആ ചെക്ക് ക്ലിയറൻസിന് പോയി വരുമ്പോൾ മാത്രമേ ആ പാസ്ബുക്കിൽ ആ എൻട്രി രേഖപ്പെടുത്തുകയുള്ളൂ. ഈ അവസരത്തിൽ ക്യാഷ് ബുക്കിൽ എൻട്രി ഉണ്ടാകും, പാസ്ബുക്കിൽ എൻട്രി ഉണ്ടാവില്ല. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ ഡിഫറൻസ് കാണിക്കും. ഈ അവസരത്തിലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. അതായത് ബാങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ FD ആണെങ്കിലും SB ആണെങ്കിലും ഒക്കെ ബാങ്ക് അതിന് ഇൻട്രസ്റ്റ് നൽകും. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് നൽകുന്നത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തും, പക്ഷേ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ പാസ്ബുക്കിൽ എൻട്രി ഉണ്ടാവും, ക്യാഷ് ബുക്കിൽ എൻട്രി ഉണ്ടാകില്ല. ആ അവസരത്തിൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ ഡിഫറൻസ് കാണിക്കും. ഈ അവസരത്തിലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പെൻസസ് ചാർജഡ് ബൈ ബാങ്ക്. അപ്പോൾ ചില അവസരങ്ങളിൽ ബാങ്കുകൾ ചിലപ്പോൾ ലോണുകൾ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസുകൾ, പോളിയോ ചാർജ് മുതലായവയൊക്കെ ആ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. അപ്പോൾ അത് ഈ ഒരു എൻട്രി പാസ്ബുക്കിൽ രേഖപ്പെടുത്തും, പക്ഷേ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഈ അവസരത്തിൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കും. ഈ അവസരത്തിലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക്. ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി ബാങ്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് മുതലായവ കളക്ട് ചെയ്യും. പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാകും, ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാകില്ല. അപ്പോൾ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കും. ഈ അവസരത്തിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ഡയറക്റ്റ് പേയ്മെന്റ് ബൈ ബാങ്ക്. അതായത് ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി ചിലപ്പോൾ ബാങ്ക് പേയ്മെന്റ് നടത്തും. അപ്പോൾ ഈ അവസരത്തിൽ പാസ്ബുക്കിൽ കുറവ് കാണിക്കും, പക്ഷേ ക്യാഷ് ബുക്കിൽ കുറവ് കാണിക്കില്ല. ഈ അവസരത്തിൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കും. ഈ അവസരത്തിലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ഡയറക്റ്റ് പേയ്മെന്റ് ഇൻ ടു ദ ബാങ്ക് ബൈ എ കസ്റ്റമർ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് നേരിട്ട് അതിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അടയ്ക്കും. അപ്പോൾ
ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാകില്ല, പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ അവസരത്തിൽ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കും. ഈ അവസരത്തിലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. ബിൽസ് കളക്റ്റഡ് ബൈ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ. ചില സന്ദർഭങ്ങളിൽ ബിസിനസ് ഓർഗനൈസേഷൻ കടത്തിന് സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ആ അവസരത്തിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ബില്ലുകൾ കിട്ടും. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ ഈ ബില്ലുകൾ ബാങ്കിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യും. പിന്നീട് കസ്റ്റമർ പേയ്മെന്റ് നടത്തുന്നത് ബാങ്കിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് പാസ്ബുക്കിൽ എൻട്രി രേഖപ്പെടുത്തും, ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകില്ല. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കും. ഈ അവസരത്തിലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം. അടുത്തത് ഡിസോണർ ഓഫ് ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കടത്തിന് സാധനങ്ങൾ കൊടുക്കുമ്പോൾ, ബില്ലിന് പകരമായി സാധനങ്ങൾ കൊടുക്കുമ്പോൾ ആ ബില്ല് കസ്റ്റമർ പേയ്മെന്റ് നടത്താത്തത് മൂലം ഡിസോണറായി. ഈ അവസരത്തിൽ ബാങ്ക് ചാർജസ് ഈടാക്കും. പാസ്ബുക്കിലെ ബാലൻസ് കുറയും, പക്ഷേ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ അവസരത്തിലും ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകൾ തമ്മിൽ വ്യത്യാസം കാണിക്കും. ഈ അവസരത്തിലും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം.